പ്രവാസിയുടെ നൊമ്പരം ഭാഗം 10. അജുവും മൻസൂറും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു. എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു. ഇനി ജോലി ചെയ്യേണ്ട കമ്പനിയിൽ പോകണം. മൻസൂർ ജോലി ചെയ്യുന്ന അതേ കമ്പനിയിലേക്ക് തന്നെയാണ് അജുവിന് വിസ കിട്ടിയത്. ജോലി ചെയ്യേണ്ടതും അവിടെ തന്നെ. രാവിലെ തന്നെ മൻസൂർ അജുവിനോട് കമ്പനിയിൽ പോകണമെന്നും നിനക്ക് ജോലിയിൽ ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞു. സൗദിയിലെ പാൽ ഉൽപ്പന്നങ്ങളുടെ വിതരണക്കാരായ അൽമറാഹി കമ്പനിയിലേക്കാണ് അജു വന്നതും ജോലി ചെയ്യേണ്ടതും. അങ്ങനെ മൻസൂർ അജുവിനെയും കൂട്ടി കമ്പനിയിൽ എത്തുകയും അജുവിന്റെ സെക്ഷനും സൂപ്പർവൈസറെയും എല്ലാം കണ്ട് സംസാരിക്കുകയും റെഡിയാക്കുകയും ചെയ്തു. ഇക്കാമ റെഡിയാക്കാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് സൂപ്പർവൈസറായ പാകിസ്ഥാനി ചെയ്യുകയും ചെയ്തു. ഇസ്തിയാഖ് ഭായ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു നല്ല മനുഷ്യനായിരുന്നു. അജുവിനെ കണ്ടപാടെ ഇഷ്ടപ്പെട്ടു. മൻസൂറിനോട് തന്റെ ഓഫീസിലിരുത്തി ജോലിക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമായി പാകിസ്ഥാനി സൂപ്പർവൈസറുടെ മുന്നിൽ എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ അജു ഇരുന്നു. ഇത് മനസ്സിലാക്കിയ ഇസ്തിയാഖ് ഭായ് ഓഫീസ് ബോയ് ആയി അവിടെ ജോലി ചെയ്തിരുന്ന ഒരു പയ്യനെ വിളിച്ചു. ഏ നസീർ, ഇതറാവോ, ഇസ്ക ചായ ദേദോ. നസീർ ചായയുമായി വന്നു. അജുവിനോട് നാട്ടിൽ എവിടെയാണെന്നുള്ള ചോദ്യം കേട്ടതോടെ ഒരു മലയാളിയെ കണ്ട സന്തോഷം അജുവിന്റെ മുഖത്ത് തെളിഞ്ഞു. ഇസ്തിയാഖ് ഭായ് അജുവിനോട് പേര് ചോദിച്ചു. ഉറുദു മനസ്സിലാകാതെ എന്ത് പറയണമെന്നറിയാതിരുന്ന അജുവിന് നസീർ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുക്കുകയും മറുപടി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇസ്തിയാഖ് ഭായ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉറുദു അറിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അങ്ങനെ നസീർ ഭായ് പറഞ്ഞു, പേടിക്കണ്ട, ഉറുദു പെട്ടെന്ന് പഠിക്കാമെന്നും ഇക്കാമ കിട്ടിയാല് സെയിൽ ചെയ്യുന്ന വണ്ടിയിൽ പോയി പണി പഠിക്കാനും ബാക്കി പിന്നെ റെഡിയാക്കാമെന്നാണ് പറഞ്ഞതെന്ന് നസീർ അജുവിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇസ്തിയാഖ് ഭായ് അജുവിനോട് നസീറിന്റെ കൂടെ പോവാൻ പറഞ്ഞു. അങ്ങനെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങിയ അജു നസീറിനോട് കുറേ സംസാരിച്ചു. റൂമിലേക്ക് പോവാൻ നസീറിനെയും കാത്തിരുന്നു. അവന്റെ ജോലി തീരുന്നവരെ. നേരം വൈകുന്നേരമായപ്പോഴേക്കും അജു കമ്പനിയിലെ പല ഭാഗങ്ങളും ജോലിക്കാരെയും പരിചയപ്പെട്ടു. ഫുഡ് നസീറിന്റെ കൂടെ കഴിക്കുകയും കുറെ കഴിഞ്ഞപ്പോൾ മൻസൂർ എത്തി. അജു കാര്യങ്ങളെല്ലാം പറഞ്ഞു. നസീറിന്റെ റൂമിൽ കൂടാനാണ് പറഞ്ഞതെന്നും അവനെ വെയിറ്റ് ചെയ്യുകയാണെന്നും. അങ്ങനെ നസീറും മൻസൂറും അജുവും കൂടി കമ്പനിയിൽ നിന്നും നസീറിന്റെ റൂമിലേക്ക് പോയി. ഷർഫിയയിൽ മൻസൂറിന്റെ റൂമിന്റെ ഏകദേശം അടുത്തു തന്നെയായിരുന്നു നസീറിന്റെ റൂം. ടൗണിൽ നിന്നും അജുവിന് റൂമിലേക്ക് ആവശ്യമായ ബെഡ്, പുതപ്പ്, തലയിണ, പേസ്റ്റ്, സോപ്പ്, അജുവിന് ഫോണിൽ സിം കാർഡ്, അങ്ങനെയൊക്കെ ആവശ്യമുള്ളത് വാങ്ങാനും റെഡിയാക്കാനും അവർ മറന്നില്ല. അവർ 3 പേരും നസീറിന്റെ റൂമിലെത്തി. അവിടെ നസീറിന് പുറമെ വേറെ 4 പേര് കൂടി ഉണ്ടായിരുന്നു. അജുവിന് ഒരാൾക്ക് കിടക്കാൻ പറ്റിയ ഒരു ഇരുമ്പ് കട്ടിൽ കാണിച്ചു കൊടുത്തു. നസീർ പറഞ്ഞു, ഇതാണ് ഇനി നിനക്ക് കിടക്കാനും കരയാനും ചിന്തിക്കാനുള്ള കട്ടിലെന്ന്. ആ കട്ടില് ബെഡെല്ലാം ഇട്ടു. അജു അവിടെ ഇരുന്നു. നാളെ ഇൻഷാ അല്ലാഹ് കാണാമെന്ന് പറഞ്ഞ് മൻസൂർ സലാം പറഞ്ഞു പോവുകയും ചെയ്തു. അപ്പോഴാണ് അജുവിന് ഒറ്റപ്പെട്ടതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്. നെഞ്ചിനകത്ത് ഒരു വീർപ്പുമുട്ടൽ അനുഭവപ്പെടുകയും കരയണോ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രവാസികൾ അനുഭവിക്കാറുള്ള ആ വീർപ്പുമുട്ടല് അജുവും ശരിക്കും അനുഭവിച്ചു. മുഖം പൊത്തി ആരും അറിയാതെ കരഞ്ഞുപോയി. അപ്പോഴാണ് അജുവിന്റെ അടുത്തേക്ക് റൂമിലെ ഒരു കാരണവർ അബ്ദുക്ക വന്നത്. മോനെ, വിഷമിക്കണ്ടട്ടാ, ഇന്നത്തെ വിഷമോ നാളത്തെ നിന്റെ വളർച്ചക്കുള്ളതാണെന്ന് പറഞ്ഞു. അബ്ദുക്കാനെ കണ്ടപ്പോൾ അജുവിന്റെ മനസ്സിൽ പാവം തോന്നി. തന്റെ ഉപ്പയുടെ പ്രായമുണ്ടാവും. നാട്ടില് അല്ലലില്ലാതെ പേരമക്കളെയും നോക്കി ജീവിക്കേണ്ട ഈ ടൈമില് പാവം പ്രാരാബ്ധമാവും. അവന് കണ്ണു തുടച്ച് അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. ഇവിടെ കമ്പനിയിലെ മലയാളി സുഹൃത്തുക്കൾക്ക് മെസ്സ് ഉണ്ടാക്കുന്ന പണിയാണെന്നും പറഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോഴാണ് റൂമിലെ 3ാമൻ ജോലി കഴിഞ്ഞു വരുന്നത്. സലാം പറഞ്ഞു. അജുവിന്റെ അടുത്ത് വന്ന് സ്വയം പരിചയപ്പെടുത്തി. ഞാൻ അഷ്റഫ്, കമ്പനിയിലെ ഡ്രൈവറാണെന്ന് പറഞ്ഞ് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പുള്ളി പോയി. സംസാരത്തിൽ നിന്ന് മാറിയിരിക്കുമ്പോഴേക്കും തന്റെ ജീവിതത്തിലെ പാതിയുടെയും ഉപ്പയുടെയും ഉമ്മയുടെയും പെങ്ങളുടെയും ഒന്നിച്ചുള്ള ഓർമ്മകൾ അജുവിന്റെ നെഞ്ച് കുത്തി കീറുന്നുണ്ടായിരുന്നു. മനസ്സിന് സമാധാനം കിട്ടാൻ അരമണിക്കൂർ ഇടവിട്ട് മൊബൈൽ കുത്തി വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മനസ്സിന് കുളിമയായി സുമിയുടെ വാക്കുകൾ. ഖബറിലെ ഒറ്റപ്പെടൽ പോലെ പ്രവാസത്തിലെ ആദ്യ ഒറ്റപ്പെട്ടു പോയ ആ രാത്രി അജു ഭക്ഷണം പോലും കഴിക്കാതെ വിഷമിച്ച് ക്ഷീണിച്ചുറങ്ങി. സുബഹി ബാങ്കിന്റെ ഇണം അവന്റെ ചെവിയിൽ അലയടിച്ചു. പെട്ടെന്ന് കണ്ണു തുറന്ന അജു നേരെ എണീക്കുമ്പോൾ തന്നെ മൊബൈൽ ഡിസ്പ്ലേയിൽ തന്റെ വേണ്ടപ്പെട്ടവരുടെ വല്ല മിസ്ഡ് കോളോ മെസ്സേജോ ഉണ്ട് എന്ന് നോക്കാൻ അജു മറന്നില്ല. നോക്കിയപ്പോൾ തന്റെ പ്രിയതമയുടെ, ഇക്ക വിഷമിക്കരുത്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, നല്ലത് മാത്രമേ നമുക്ക് വരൂ
എന്ന നല്ല എനർജറ്റിക് മെസ്സേജ് കണ്ടപ്പോൾ അജുവിന് എവിടെന്നോ ഊർജം കിട്ടിയതുപോലെ സുബഹസ്കാരം കഴിഞ്ഞു അവന് പുറത്തിറങ്ങി. അതിനിടയിലാണ് റൂമിലെ മറ്റു 2 കഥാപാത്രങ്ങൾ അവിടെ ഇരുന്ന് നാട്ടിലേക്ക് ഫോൺ വിളിക്കുന്നത് കണ്ടത്. അവരെ പരിചയപ്പെടാൻ അജു അവരുടെ അടുത്തേക്ക് നീങ്ങി. റിയാസ്, ഷാനിദ്, തലശ്ശേരിക്കാരൻ ഷാനിദ്, തൃശൂർക്കാരൻ റിയാസ്. വിശേഷങ്ങൾ പറഞ്ഞ് അവർ നല്ല കൂട്ടായി. അജു ജോലി ചെയ്യുന്ന അതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നവർ. പുതിയ റൂമിലുള്ള 5 പേരെയും പരിചയപ്പെട്ട അജു വ്യക്തതയില്ലാത്ത ഒറ്റപ്പെടലിന്റെ ഈ ലോകത്ത് താനും ഇന്നൊരു അതിഥിയാണെന്ന സത്യം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് എനിക്കായി ഒരുക്കിയ ആ ഇരുമ്പ് കട്ടിലിൽ കിടന്ന് ആലോചനയിലേക്ക് കടന്നു. തന്നെ സ്നേഹിക്കുന്ന തന്റെ ഉമ്മ, ഉപ്പ, അനിയത്തി, തന്റെ ഹൃദയത്തിന്റെ കാവൽക്കാരി സുമി, പ്രിയപ്പെട്ട കൂട്ടുകാർ, അവരൊന്നിച്ചിലുള്ള ആ ഭൂതകാല അനുഭവങ്ങൾ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു. ആരും അറിയാതെ കണ്ണുനീർ തുടക്കാൻ അജു വല്ലാതെ പ്രയാസപ്പെട്ടു. താനിന്നെത്തിയ ഈ പണം കായ്ക്കുന്ന നാട്ടിലെത്തുന്നവർ അനുഭവിക്കുന്ന മനസ്സിന്റെ ആ നീറ്റല് അജു ശരിക്കും അനുഭവിച്ചറിഞ്ഞു. ജീവിതത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ ഇനി എത്ര വർഷം കഴിയേണ്ടി വരും എനിക്കെന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ എന്ന് ആലോചിക്കുമ്പോൾ അജു ജീവനറ്റ ശരീരം പോലെയായി. ഭക്ഷണം പോലും കഴിക്കാതെ അന്നത്തെ ദിവസം ഉറങ്ങി. അങ്ങകലെ നാട്ടിലാണെങ്കിൽ തന്റെ പ്രിയതമന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നെടുവൂർപ്പോടെ ഒരു പെണ്ണ്, സുമയ്യ. കുറച്ചു നാളുകളെ തന്റെ പ്രിയതമന്റെ കൂടെ ജീവിച്ചിട്ടുള്ളൂ. എങ്കിലും അവളും ആ ദിവസങ്ങളിലൊന്നും ഉറക്കം വരാതെ പിടഞ്ഞു. തന്റെ ഇക്ക എന്തായിരിക്കും ചെയ്യുന്നത്? ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമോ? സുഖമായിരിക്കുമോ? ഉറങ്ങിയിട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ തന്നെയും വീട്ടിലുള്ളവരെയും ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടാവുമോ? അവളുടെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ. ഒരു വിവരവും അറിയുന്നില്ല. സുമയ്യ പല പ്രാവശ്യം മൊബൈലിൽ വിളിച്ചു തന്റെ ഇക്കാക്ക്. ഫോൺ റിങ് ചെയ്യുന്നു എന്നല്ലാതെ ഒരു പ്രതികരണമില്ല. എന്റെ ഇക്കാക്ക് ഒരു പ്രയാസം നൽകരുതേ നാഥാ, അവള് പ്രാർത്ഥനയോടെ നിന്നു. ഇതൊന്നും അറിയാതെ അറബി മണ്ണിന്റെ ഓളങ്ങൾ തട്ടി പ്രവാസ മണ്ണിലെ ആദ്യ രാത്രികളിൽ തളർന്നുറങ്ങുന്ന അജു. പള്ളിയിൽ നിന്നും സുബഹി ബാങ്കിന്റെ അലയോലി അതിന്റെ മാധുര്യത്തോടെ അജുവിന്റെ കർണപുടങ്ങളെ തലയോടിയപ്പോൾ അജു എണീറ്റു. പ്രവാസികൾ എല്ലാവരും ആദ്യം ചെയ്യാറുള്ള മൊബൈൽ തപ്പുന്ന ആ രീതി അജുവും താനെ ശീലിച്ചു തുടങ്ങുകയായിരുന്നു. തന്റെ പ്രിയപ്പെട്ടവരുടെ വല്ല കോളോ മെസ്സേജോ ഉണ്ടോ എന്ന് അജു നോക്കി. ദാ കിടക്കുന്നു. തനിക്ക് വേണ്ടി എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് തന്റെ കൂരയിലേക്ക് തന്നോടൊപ്പം കയറി വന്ന തന്റെ പ്രിയതമയുടെ എണ്ണമറ്റ മിസ് കോളുകൾ. അജു ആകെ പേടിച്ചു. പെട്ടെന്ന് തന്നെ വിളിച്ചു. അപ്പുറത്തു നിന്നും ആ മധുരമേറിയ തന്റെ സുമിയുടെ ഇക്ക എന്ന ആ വിളിയിൽ അജുവിന് എവിടുന്നോ എനർജി കിട്ടിയതുപോലെ അവന് തോന്നി. സുമി, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇക്കാക്ക് സുഖാണോ? അതേടാ, നിനക്ക് സുഖല്ലേ? എല്ലാവരും എവിടെ? എല്ലാവരും ഇവിടെ ഉണ്ട് ഇക്ക. സുഖം, അൽഹംദുലില്ലാ. ഇക്കാനെ ഞാൻ ഒത്തിരി വിളിച്ചു. ഞാൻ ഉറക്കിലായിരുന്നു മോളെ. ഓരോന്ന് ചിന്തിച്ചപ്പോയ ഉറങ്ങിപ്പോയി. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഞാൻ പള്ളിയിൽ പോവാണ്. പോയിട്ട് വന്നിട്ട് വിളിക്കാമെന്നും അജു പറഞ്ഞു. ഫോണ് കട്ട് ചെയ്തു. പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ബൂഫിയയിൽ ചെന്ന് ചായ കുടിച്ചു. വീണ്ടും റൂമിലെത്തി. ഇൻഷാ അല്ലാഹ് കഥയുടെ ബാക്കി ഭാഗം തുടരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.